ഗവർണറുമായി പോരിനില്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി എല്ലാവരുമായും സഹകരിച്ച് മുന്നോട്ടു പോകും. ചാൻസലറും വൈസ് ചാൻസലറും പ്രോ ചാൻസലറും തമ്മിൽ പോരുവേണ്ട, എല്ലാവരുമായി സഹകരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ലക്ഷ്യമെന്നും റോജി എം ജോൺ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. യുവാക്കൾക്കായി ഒരു യുവമന്ത്രി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോണാണ് ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുന്നത്. മിനിസ്റ്ററെ, വകുപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ കാലയളവിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റവും അധികം ഉന്നയിച്ചത്, ഇപ്പോൾ മിനിസ്റ്ററിൻ്റെ കീഴിലാണ് ഏറ്റവും അധികം സർവകലാശാലകളുള്ളത്. അപ്പോൾ ഈ ഗവർണർ വൈസ് ചാൻസലർമാരെ ഉപയോഗിച്ചുകൊണ്ട് സർവകലാശാലകളിൽ കാവ്യവൽക്കരണം ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം കഴിഞ്ഞ കാലയളവിൽ വിദ്യാർത്ഥി സംഘടനകൾ ഉന്നയിച്ചതാണ്. അപ്പോൾ ഈ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു ഇടപെടൽ ഉണ്ടാകുമോ ഇനി അങ്ങോട്ട്? അല്ല, അത് പറഞ്ഞല്ലോ, അത് നമ്മൾ വൈസ് ചാൻസലർമാർ നമുക്കിപ്പോൾ നിരവധി സർവകലാശാലകളിൽ നമുക്ക് വൈസ് ചാൻസലർമാർ, സ്ഥിരം വൈസ് ചാൻസലർമാരില്ല എന്നുള്ള പ്രശ്നമുണ്ട്. കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ലാത്ത വിഷയമുണ്ട്. അപ്പോൾ അത് പല കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ നീണ്ടുപോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്ക് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുമായി സഹകരിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ എന്താ പറയുന്ന ഒരു ഇപ്പോൾ വൈസ് ചാൻസലറും അല്ലെങ്കിൽ പ്രോ ചാൻസലറും അല്ലെങ്കിൽ ഗവർണറും സർക്കാരും ഒക്കെ പല തട്ടിൽ നിന്നുകൊണ്ടിട്ടുള്ള ഒരു പോരുവിളിയല്ല നമുക്ക് ആവശ്യം. നമുക്ക് ഇത് സ്മൂത്തായി എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അങ്ങനെ കൊണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വിദ്യാർത്ഥികളുടെ കാര്യത്തിലായാലും അധ്യാപകരുടെ കാര്യത്തിലായാലും ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്രമായ വളർച്ചയുമാണ് നമ്മുടെ ലക്ഷ്യം. അതിനകത്ത് നമുക്ക് ആശയപരമായിട്ടുള്ള നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിനപ്പുറത്ത് നമ്മുടെ സർവകലാശാലകളെ നമുക്ക് മികച്ച രീതിയിൽ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സഹകരണവും പ്രവർത്തനവുമാണ് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ ഗവർണർമാർ ഒരു പോരിനില്ല അല്ലേ? അല്ല, ഇതിപ്പോൾ പോരിനിറങ്ങാനായിട്ട് ഇത് ഗുസ്തി മത്സരമൊന്നും അല്ലല്ലോ. ഇത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതിന്റെ വളർച്ചയാണ് നമ്മുടെ ലക്ഷ്യം, അതിന്റെ നന്മയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതിനുതകുന്ന തരത്തിലുള്ള ഒരു സമീപനമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ആശയം UDF സർക്കാരിന് UDFന്റേതായിട്ടുള്ള കൃത്യമായ ആശയങ്ങളും നിലപാടുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ അടിയുറച്ച് നിന്നുകൊണ്ട് എല്ലാവരുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കും. അപ്പോൾ മിനിസ്റ്റർ വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണുള്ളത്. വകുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങൾക്കും UDFുമായി ചർച്ച ചെയ്ത് സർക്കാരുമായി ചർച്ച ചെയ്ത് കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി റോജി എം ജോൺ പറയുന്നത്. ക്യാമറമാൻ ഷിബു ചെടിച്ചേരിക്കൊപ്പം ഹാൻസ് ജോൺ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.